ഒരു ഒരു ഗതികേടിന്റെ വക്കിൽ നിന്ന് എങ്ങനെയാണ് ഒരു വിവാദത്തിലേക്ക് അദ്ദേഹം വീണത് എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇത്രയേറെ ഉയർന്ന ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ഇത്രയേറെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടേണ്ടി വന്നത് സത്യത്തിൽ ഈ സംവിധാനത്തിന്റെ പാകപ്പിഴ കൊണ്ട് തന്നെയാണ്. അദ്ദേഹം ഇന്നലെ ഉയർന്ന വിവാദങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ പോസ്റ്റിന് പിന്നാലെ ഉണ്ടായ ചോദ്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മറുപടി പറയുന്നത്? താൻ തനിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, തന്റെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്നലെ സമൂഹ മാധ്യമത്തിലിട്ട അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ചിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി രൂക്ഷമായി ആവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. പലതവണ ഇരുന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് ഉപകരണങ്ങൾ. പലപ്പോഴും ഉപകരണങ്ങൾ ചോദിക്കുമ്പോൾ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നു. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നു. വകുപ്പ് മേധാവിമാർ, അതായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും എല്ലാം ഈ കാര്യങ്ങൾ ഒരു മാസം മുമ്പ് തന്നെ അറിയിച്ചതാണ്. പക്ഷേ ഒരു നടപടികളും ഉണ്ടായില്ല. മന്ത്രിയെ താൻ കുറ്റപ്പെടുത്തുന്നില്ല. മന്ത്രിയെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ ആ കാര്യങ്ങൾ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ അനാസ്ഥ ഉണ്ടാകുന്നത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ രോഗികൾ തന്നെ വാങ്ങിക്കൊണ്ടു വരേണ്ട അവസ്ഥയിലാണ്, ഗതികേടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ശസ്ത്രക്രിയകൾ മുടങ്ങാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് രോഗികൾ തന്നെ ഈ ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ടു വരുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മുടങ്ങാതെ ഇരിക്കുന്നത് എന്നാണ്. ഏറെ നാളായി ഈ ഒരു പ്രതിസന്ധി ആരംഭിച്ചിട്ട്. പക്ഷേ ഇത് ചൂണ്ടിക്കാണിക്കാൻ പലതവണ ശ്രമിച്ചപ്പോഴും ആക്ഷേപങ്ങൾ മാത്രമായിരുന്നു മറുപടി. ഈ ഉപകരണങ്ങൾക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല എന്നുകൂടി അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. താൻ സംസാരിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, ഒറ്റപ്പെടുമെന്ന ഭീതിയില്ല. സത്യം വിളിച്ചു പറയുമ്പോൾ ഒറ്റപ്പെടുകയാണെങ്കിൽ ഒറ്റപ്പെട്ടോട്ടെ എന്നുകൂടി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു വെക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ലഭ്യതാക്കുറവിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന പ്രശ്നത്തിനപ്പുറത്തേക്ക് അധികാരികൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ചെന്നെത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചോദ്യങ്ങളിൽ അദ്ദേഹം വിശദമായി തന്നെ മറുപടി പറയുന്നുണ്ട്. ആരോഗ്യമന്ത്രിക്ക് ഈ വിഷയം ഒന്നും അറിയില്ല എന്നാണ് ഇന്നലെ പ്രതികരിച്ചത്. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ശക്തനായ പ്രൈവറ്റ് സെക്രട്ടറി സജീവൻ ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇതെന്തുകൊണ്ട് ആരോഗ്യമന്ത്രി അറിഞ്ഞില്ല? അത് എപ്പോൾ, എങ്ങനെ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടല്ലോ. അതായത് മന്ത്രിയുടെ ഓഫീസിൽ ഇക്കാര്യം അറിയിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അതുതന്നെയാണ് ഇന്ന് ആവർത്തിച്ചത്. പക്ഷേ മന്ത്രിയെ പുകമുറയ്ക്കുള്ളിൽ നിർത്താനോ മന്ത്രി ഇത് അറിഞ്ഞില്ലെന്നോ നടപടിയെടുത്തില്ലെന്നോ പറയാനും ഡോക്ടർ ഹാരിസ് ചിറക്കൽ തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വകുപ്പ് മേധാവിമാരെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമായി താൻ അറിയിച്ചത്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുക എന്നതിനപ്പുറത്തേക്ക് തന്നെ ആക്ഷേപിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് താൻ പറഞ്ഞത് അനീതിയാണ്, അസത്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് ഉണ്ടായതെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വകുപ്പ് തലത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ ആരംഭിക്കും. അതിനുശേഷമാർക്കും ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് ഇന്നലെ ഇട്ട പോസ്റ്റിൽ ഉൾപ്പെടെ സംഭവം വിവാദമായതിനെ സംബന്ധിച്ച വിശദീകരണം ആവശ്യപ്പെടുക. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ഉണ്ടായേക്കുമെന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. അതിനിടയിലാണ് സ്വരം കടുപ്പിച്ചുകൊണ്ട് താൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ച കാര്യങ്ങൾ സത്യമാണ്, ഒന്നിൽ നിന്നും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കി അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത്. ശരി, ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് വളരെ വിശദമായി തന്നെ മാധ്യമങ്ങളിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവിയാണ് ഡോക്ടർ ഹാരിസ്. ഇന്നലെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പലപ്പോഴും ശസ്ത്രക്രിയ മാറ്റി വെക്കേണ്ടി വരുന്നു, രോഗികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നു, അവരുടെ തന്നെ പൈസ കൊണ്ട് പലപ്പോഴും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നു. ഈ ഒരു ഗതികേടിൽ മനം മടുത്താണ് അദ്ദേഹം ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടത്. മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയൊക്കെ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ആ പിന്തുണയ്ക്കപ്പുറം ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നതാണ്. അദ്ദേഹത്തെ ഒരു വിക്ടിമാക്കി മാറ്റാതെ, അല്ലെങ്കിൽ ഈ ഒരു ഏതെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ ഈഗോയ്ക്ക് ഇരയാക്കി മാറ്റാതെ ആ പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യണം, അതിന് സമൂഹം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് സംസാരിച്ചത്. വിവരങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.